ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും അഡ്വാൻസായി ഹാപ്പി ഓണം വിഷസ് അറിയിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ സുഖത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല എന്ന് ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയും പിന്നെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ഭർത്താക്കന്മാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ എല്ലാ ഫ്രണ്ട്സും ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, പിന്നെ എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയും അവരെ നാലാളിൻ്റെ മുന്നേ നാണം കെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മൂരാച്ചികളായിട്ടുള്ള ഭർത്താക്കന്മാർ നമുക്കിടയിൽ ധാരാളമുണ്ട്. ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ദിവസത്തിൻ്റെ ഒരു മണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിനും എഴുതാനും വായിക്കാനും വേണ്ടിയുള്ള ഒരു സമയമായി കണ്ടെത്തുക. ധാരാളം വായിക്കുക. ഇപ്പം നിങ്ങൾക്ക് മലയാളം മാത്രമേ അറിയാവുള്ളൂ എങ്കിൽ മലയാളത്തിൻ്റെ നല്ല നല്ല ബുക്സ് ഉണ്ട്, നല്ല നല്ല ഇൻസ്പയറിങ് സ്റ്റോറീസ് ഉള്ള ബുക്സ് ഉണ്ട്, അത് വായിക്കുക. വായിക്കുക. അതുപോലെ തന്നെ ഒരു ഫുൾ പേജ് ഒരു ലോങ് സൈസ് ബുക്കിൻ്റെ അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബുക്ക് വയ്ക്കുക കേട്ടോ. ആ ബുക്കിനകത്ത് നിങ്ങൾ ഡേറ്റ് ഇട്ട് നിങ്ങൾ എഴുതുന്നതിനൊരു ഓർഡർ വേണം. അതായത് ഇന്നിപ്പം നമ്മൾ ഒരു 8 o'clock നൈറ്റാണ് എഴുതുന്നതെങ്കിൽ നാളെയും 8 o'clock നൈറ്റാണ് എഴുതുന്നതെങ്കിൽ നാളെയും അതേ സമയത്ത് തന്നെ അത് എഴുതാനും വായിക്കാനുമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെ അറിയുന്ന ഒരാളാണെങ്കിൽ ഈ 3 ലാംഗ്വേജസിലും നിങ്ങൾക്ക് ഓരോരോ പാരഗ്രാഫ് വെച്ച് വായിക്കുകയും അതുപോലെ തന്നെ അത് എഴുതാനും ശ്രദ്ധിക്കുക. അതുവഴി നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ആവും. മാത്രമല്ല നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതായത് ഒരു കാര്യം ചെയ്യുന്നതിനുള്ള ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ, ഒരു തുടർച്ച അതുണ്ടാവണം. പിന്നെ കൺസിസ്റ്റൻസി ഉണ്ടാവും. തുടർച്ചയായി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും നമ്മുടെ ബ്രെയിനിൽ അതേപടി ഫീഡാവുകയും അതിനനുസരിച്ച് നമ്മുടെ പിന്നെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു ടൈം കീപ്പ് ചെയ്യണം. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പിന്നെ അതിൽ നിന്ന് ഒരു നല്ല ഒരു ഇവാലുവേഷൻ, അതായത് ഒരു ഓവറോൾ മേന്മ നമുക്കുണ്ടാവുകയുള്ളൂ. ഇത് ഞാൻ വീട്ടമ്മമാർക്ക് വേണ്ടിയും പിന്നെ ഹൗസ് വൈഫ്സിന് വേണ്ടിയും ഞാൻ പ്രത്യേകമായി പറയുന്ന കാര്യമാണ് ഈ എഴുതുക എന്നുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള ഈ ഭർത്താക്കന്മാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ധാരാളം ലേഡീസിനെ അവർ ജോലിക്ക് വിടില്ല. അവർ പറയുന്നത് എന്താണ്, നീ ഇനി ജോലിക്ക് പോയിട്ട് വേണോ ഇവിടം കഴിയാൻ, ഞാൻ കൊണ്ടുവരുന്നതൊക്കെ മതി എന്ന് പറഞ്ഞ് ഈ വിദ്യാഭ്യാസമുള്ളവരെ തന്നെ ജോലിക്ക് വിടാറില്ല. പുറത്ത് അവരെ കൊണ്ട് സ്വന്തമായി അവരൊരു സംരംഭം ചെയ്യാനോ ഒന്നിനും ഒരു പ്രചോദനം അവരാകാറില്ല എന്ന് മാത്രമല്ല, പോണ്ടാന്ന് നിഷ്കർഷിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവരാണ് പിന്നീട് ഒരാവശ്യം വരുമ്പോൾ ഒരു സിഗ്നേച്ചർ ഇടാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എനിക്ക് ഇത്തരത്തിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു. അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടണമെന്നുള്ളത്. വിദ്യാഭ്യാസമില്ല, അല്ലെങ്കിൽ നിനക്ക് എഴുതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഓരോ ഭർത്താവിനും വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ 4 മുറിക്കകത്ത് അടച്ചു പൂട്ടി ജോലിക്ക് പോകണ്ട, ഒരിടത്തും പോകണ്ട, എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് നിങ്ങൾ അവർക്ക് എല്ലാം ഇങ്ങനെ ഒരു റേഷൻ പോലെ കൊണ്ട് കൊടുത്ത് അവരെ ഇങ്ങനെ പാക്കപ്പ് ആക്കി വയ്ക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, അവർക്ക് പുറത്തിറങ്ങി നടക്കാനോ ഒരാളിനോട് എങ്ങനെ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ 4 ആൾ കൂടുന്നിടത്ത് വരുമ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് എങ്ങനെയാണെന്നോ അവർക്കറിയാതെ വരും. അപ്പോൾ അവർ ജീവിതത്തിൽ തികച്ചും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരായി മാറും. നിങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വീട്ടമ്മമാരോട് ഓരോരുത്തരോടും പറയുകയാണ്, നിങ്ങൾ തീർച്ചയായും വിദ്യാഭ്യാസം ഒരു ഏത് ഏജിലും നമുക്ക് പഠിക്കാം. നമ്മുടെ മരണം വരെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ വായിക്കാനും പഠിക്കാനുമായി എഴുതാനും ഒക്കെയായി കുറച്ച് സമയം 1 മണിക്കൂർ നിർബന്ധമായി നിങ്ങൾ മാറ്റിവെക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയും വായിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വായിക്കുകയും ചെയ്യുക. അതുവഴി നിങ്ങളുടെ ലേണിംഗ് സ്കിൽസ് ഡെവലപ്പാവും, റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പാവും.
മെമ്മറിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ എത്ര മെമ്മറി ഉണ്ടോ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് ചിലർക്കെങ്കിലുമൊക്കെ മെമ്മറി ലോസ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതെല്ലാവരും നിർബന്ധമായി ചെയ്യുക. അതുപോലെ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മുടെ ഹൗസ് വൈഫെങ്കിൽ ഇത് രണ്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പിന്നെ ജീവിതത്തിലുള്ള ഒരു എന്താ പറയുന്ന പേഴ്സണൽ തീരുമാനങ്ങളാണ് തൻ്റെ വൈഫിനെ ജോലിക്ക് വിടണോ വേണ്ടേ എന്നുള്ളത് എന്ന് അവർ പറയും. ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ അങ്ങനെ അവകാശപ്പെട്ടേക്കാം. പക്ഷെ ഞാൻ പറയുന്നത് ഹസ്ബൻഡ് വൈഫ് ഓക്കെ, അത് ഒരു രണ്ട് വ്യക്തികളുടെ സ്വകാര്യ ജീവിതമാണ്. നമ്മൾ സ്വകാര്യ ജീവിതത്തിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ഹസ്ബൻഡിന് വിവാഹം കഴിച്ചു എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന് സ്വന്തം അമ്മയെ ചിലപ്പോൾ കാണാൻ പോകണമായിരിക്കാം, സ്വന്തം സിസ്റ്ററിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ അവിടെ പോകണമായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കാം, ചിലപ്പോൾ ബിസിനസ് ചെയ്യാനുള്ള ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്രീഡമാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വൈഫിൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ രണ്ട് വ്യക്തികൾ ജീവിതത്തിൽ എടുക്കേണ്ട സ്വകാര്യ തീരുമാനങ്ങളെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഏതൊരു വ്യക്തിക്കും വിദ്യാഭ്യാസം നേടുക, ജോലി ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു അവകാശമാണ്. അപ്പോൾ ആ അവകാശം നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിയുമ്പോൾ ആ ഭാര്യയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് സംഭവിക്കുന്നത്. നാലാളിൻ്റെ മുമ്പ് സ്വന്തം ഭാര്യയെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിൽ ആണത്വം കാണുന്നതല്ല ഒരു മികവെന്ന് പറയുന്നത്. തീർച്ചയായും നമ്മളത് പിന്നെ അവിടെ തന്നെ നമ്മളത് പറയേണ്ടതാണ്. ചില ഭാര്യമാർക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കാനുള്ള ആ ഒരു എന്താ പറയുന്ന ധൈര്യം ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? നാളെ ഭർത്താവിനോട് പറഞ്ഞ ചില ഭർത്താവ് വയലൻ്റ് ആകുന്നവരുണ്ട്, ദേഹോപദ്രവം ഏൽപ്പിക്കുന്നവരുണ്ട്, ഫിസിക്കൽ ടോർച്ചർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് അതിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതും നിങ്ങളുടെ സെൽഫ് കെയർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക. ഇനി ഒരിടത്ത് പോയും ഒരു വീട്ടമ്മയും പറയാൻ പാടില്ല എനിക്ക് ഒപ്പിടുമ്പോൾ കൈവിറയ്ക്കുന്നുണ്ടെന്ന്. എനിക്ക് അങ്ങനെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. എവിടെയോ പോയി എഡ്യൂക്കേറ്റഡ് ആണ്, ഭർത്താവ് പറഞ്ഞു ജോലിക്ക് പോകണ്ടെന്ന്. അതിനുശേഷം അവർ ജോലിക്ക് പോകാതെ വർഷങ്ങളോളം വീട്ടിലിരുന്നപ്പോൾ എവിടെയോ പോയി ഒരു ഒപ്പിടേണ്ട സമയത്ത് കൈവിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് കളിയാക്കി എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനത്തെ മൂരാച്ചികൾ നമ്മുടെ ഇടയിലുണ്ട്. മൂരാച്ചി എന്ന് വിളിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം അവരങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഇതെടുത്തു കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് വിവാഹം കഴിഞ്ഞ് മുംബൈയിൽ പോയപ്പോൾ പറഞ്ഞായിരുന്നു, എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാം, പക്ഷേ അത് നമ്മുടെ വീടിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത്. തുടക്കത്തിലൊക്കെ ഇവരോട് എങ്ങനെയാണ് നമുക്ക് അന്ന് പ്രായക്കുറവാണ് എനിക്ക്. അപ്പോൾ എനിക്കത് തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള ഒരു ഇതില്ല, ധൈര്യമില്ല. മനസ്സിലായില്ലേ? ഞാൻ 3 വർഷമാണ് ജോലിക്ക് പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നത്. ആ 3 വർഷം കൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ പറഞ്ഞു എനിക്ക് ജോലി. അങ്ങനെ ഞാൻ വീട്ടിൽ ട്യൂഷൻസ് എടുത്തു തുടങ്ങിയിട്ടാണ് ട്യൂഷൻസ് എടുക്കുമ്പോൾ ഹസ്ബൻഡിന് വിഷമം, എപ്പോൾ വീട്ടിൽ വന്നാലും കുട്ടികൾ വീട്ടിലിരിക്കുന്നു, നമുക്കൊരു പ്രൈവസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിന് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല, നമ്മൾ വിദ്യാഭ്യാസം നേടിയത് എന്തിനാണ്? ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആയാലും എനിക്ക് പൈസ തരില്ല എന്നല്ല, തരും. പക്ഷേ തന്നിട്ട് ഇത് എത്ര രൂപ എന്തൊക്കെ നിങ്ങൾ ചെയ്തു എന്നുള്ളത് കണക്ക് ചോദിക്കും. എനിക്ക് കണക്ക് ചോദിക്കുന്നതിനോട് ഭയങ്കര ദേഷ്യമാണ്. ചോദിച്ചോട്ടെ, പക്ഷേ നമുക്ക് ചിലവാക്കാൻ തന്ന ഒരു പൈസയുടെ കണക്ക് ചോദിക്കുക എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ തോന്നിയപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഞാൻ സ്വന്തമായി ഏൺ ചെയ്തേ പറ്റൂ, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, എനിക്ക് ഏൺ ചെയ്യണം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ട്യൂഷൻസിന് പിന്നെ ട്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ടല്ലോ അവിടെ പോകാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അവിടെ പോയി പഠിപ്പിക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഒരു ടൈമിംഗ് കണ്ടെത്തി മക്കളെ കാര്യമൊക്കെ നോക്കിയിട്ട് അവിടെ പോകാൻ തുടങ്ങി. അപ്പോഴും കുറച്ചൊക്കെ എതിർപ്പുകൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു, സമയത്ത് പിന്നെ നമുക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആവുന്നു. നമ്മളൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ടെൻഷൻസും അവിടുത്തെ കുറേ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നമ്മളെ വീടെന്നും പറഞ്ഞ് ചിലപ്പോൾ ഓടി വരാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ മാക്സിമം വീട്ടിലെ ജോലികൾ ചെയ്ത് തീർത്തിട്ടാണ് പോകുന്നത്. ഇതൊക്കെ അവരുടെ ജസ്റ്റ് ഒരു ഈഗോ മാത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ നിർബന്ധമായും പോകണം. ഇതിൻ്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തത്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹവും കൂടെ ആയിരുന്നു ഞാൻ ഒരു ജോലി ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ സ്ട്രഗിൾസിലൂടെയാണ് ഞാനും ഒരു ജോലി എന്നുള്ള ലെവലിലേക്ക് വന്നത്. മനസ്സിലായില്ല? അല്ലാതെ നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ എക്സ്പീരിയൻസസ് അനുഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയല്ല, എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്. പിന്നെ ജോലിക്ക് പോകാൻ എല്ലാവരും സമ്മതിക്കുന്നവരൊന്നുമല്ല. അപ്പോൾ
സമ്മതിക്കാത്തവരെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് നമ്മളങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സംരംഭത്തിലേക്കോ ഒരു ജോലിയിലേക്കോ സ്വന്തമായൊരു തൊഴിൽ സ്വയം തൊഴിലിലേക്കോ ഒക്കെ മാറേണ്ടതാണ്. പിന്നെ ഒരു കളിയാക്കലുകൾക്ക് മുന്നിലും പതറിപ്പോകാത്ത ഒരു ആത്മധൈര്യം നിങ്ങൾ ഓരോ വീട്ടമ്മമാർക്കും ഉണ്ടാകേണ്ടതാണ്. പിന്നെ തീരെ ചവിട്ടി താഴ്ത്തി ചെരുപ്പിൻ്റെ വില പോലും കൊടുക്കാതെ ഓരോ ഭാര്യമാരോട് സംസാരിക്കുന്ന ഭർത്താക്കന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 4 ആളിൻ്റെ മുമ്പ് വെച്ച് സ്വന്തം അച്ഛനും അമ്മയും കണ്ട് നിൽക്കെ ഭാര്യയെ അടിക്കുന്ന പിന്നെ ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ ഇവർ നല്ല വീട് നോക്കുന്ന നല്ല രീതിയിൽ സ്നേഹത്തോടെ ഭാര്യയെ നോക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ധാരാളമുണ്ട്. അവർക്കെതിരെ അല്ല ഈ വീഡിയോ ഒക്കെ. അങ്ങനെയുള്ളവരോട് എനിക്ക് എന്നും സ്നേഹവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. ഇപ്പം എൻ്റെ സ്കൂളിൽ തന്നെയുള്ള ധാരാളം കുട്ടികളുടെ പാരൻസ് അത്തരത്തിലുള്ളതുണ്ട്, ഞാൻ എന്നും കാണുന്നതാണ്. അടിച്ച് ഭാര്യയുടെ ഈ ഒരു കവിളിൽ മൊത്തം പാടാക്കി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളിൽ മക്കളെയും കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ അടിച്ചതിൻ്റെ പാട് കിടന്ന് കണ്ടിട്ട് ചോദിക്കുമ്പോൾ അവരൊരു വലിയ കഥയാണ് നമ്മളടുത്ത് പറയുന്നത്. അത് തീരില്ല. അങ്ങനെ ധാരാളം അനുഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടമ്മമാരും സ്വന്തമായി ഒരു സമയം കണ്ടെത്തി പഠിക്കുകയും അതുപോലെ തന്നെ എഴുതാനും പഠിക്കാനും വായിക്കാനും ഉള്ള ഒരു സമയം തനതായി എടുക്കുക. ആരുടെ മുന്നിലും പതറിപ്പോകാത്ത ഒരു ആത്മധൈര്യം സംഭരിക്കുക. മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളല്ല നമ്മൾ അതിനേക്കാൾ വലിയ റെസ്പോൺസിബിലിറ്റി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെന്ന് നമ്മൾ സ്വയം നമ്മളെ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ട എല്ലാ ആക്ഷൻസും നിങ്ങൾ ഇന്ന് തന്നെ എടുക്കുക. ഒരിടത്തും തലകുനിച്ച് അഭിമാനമുള്ള ഏതൊരു ജോലിയും നമുക്ക് ചെയ്യാം. അത് സ്റ്റിച്ചിങ് ആയിക്കോട്ടെ, കോട്ടേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ബിസ്ക്കറ്റ് നിർമ്മാണമായിക്കോട്ടെ, പിന്നെ എന്താണ് ഹാൻഡ്ലൂംസിൻ്റെ എന്തെങ്കിലും വർക്കായിക്കോട്ടെ, ടെക്സ്റ്റൈൽ ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെയിൽസ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അച്ചാർ കമ്പനികളായിക്കോട്ടെ, എന്തും നമുക്ക് ചെയ്യാം. അഭിമാനമുള്ള എന്തൊരു ജോലിയും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ ട്യൂഷൻസ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഓരോ വീട്ടമ്മയ്ക്കും അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് യൂട്യൂബിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിൽ ധാരാളം പിന്നെ സന്ദർഭങ്ങൾ മുന്നിലുണ്ട്. അപ്പോൾ ഇനി ഒരു വീട്ടമ്മയും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരു പരാതിയും പറയാതെ സ്വന്തം സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് പഠിക്കണോ, പഠിച്ച് SSLC തോറ്റ വീട്ടമ്മയാണെങ്കിൽ എഴുതണോ, ഇപ്പോൾ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എഴുതാം. SSLC എഴുതി നിങ്ങൾക്ക് പാസ്സാവാം. പ്രായം വിദ്യാഭ്യാസത്തിനൊരു തടസ്സമേ അല്ല. മരിക്കുന്ന നാൾ വരെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കാം. അത് തന്നെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എല്ലാവരും പിന്നെ അതിനായി മുൻകൈ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ആ ഒരു കമൻറ്റിന് വേണ്ടി ഞാൻ ഇട്ടതാണ്. ഓരോ വീട്ടമ്മയും എത്രത്തോളം പിന്നെ ഉയർന്ന ഒരു പോസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ധാരണ ഫസ്റ്റിലുണ്ടാകേണ്ടത് നമുക്കാണ്. മറ്റുള്ളവർക്ക് കളിയാക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പിന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. കാണുന്നതുവരെ എല്ലാവർക്കും സ്നേഹം. ലവ് യു ഓൾ.